എവിടെ കൊണ്ടുപോവാ? ഓ, കുഞ്ഞത് എടുത്തെടുത്ത് തന്നെ കൊണ്ടുവെക്കാൻ പോവാ. ഗുഡ് ബോയ്. കൊണ്ടുവച്ചോ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നതേ ഉള്ളൂ. എന്തുവാണ്ടൊരു കാര്യം ഞാൻ മറന്നു. പിന്നെ മോനുകൂടെ ട്യൂഷന് പോയേക്കുന്നു. മുത്ത് വിളിക്കാൻ അങ്ങോട്ട് പോയി. പിന്നെ കുക്കും ജാനിക്കുട്ടി അവരെല്ലാം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ചു നേരം കാര്യം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ ഇത് സുജേച്ചി തയ്ച്ചു തന്നെ കേട്ടോ. ഓണത്തിന് ക്രിസ്തുമസിൽ നമ്മൾ പോയപ്പോൾ സുജേച്ചി തയ്ച്ചു തന്നെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് അതിൻ്റെ തന്നെ ആ മോഡൽ തന്നെ കേട്ടോ. കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അത് ഞാൻ കുക്കുവിന് കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, കഴുത്ത് പുറംപിരി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചിങ് ആയിരുന്നു. അപ്പോൾ അതെനിക്ക് പറ്റുന്നു. അപ്പോൾ ഇപ്രാവശ്യം ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അത്രയും കഴുത്തൊന്നും വേണ്ട സുചേച്ചി എന്ന് പറഞ്ഞ് തയ്പ്പിച്ചതാ. പക്ഷെ എന്നിട്ടും സുചേച്ചി പുറവശമൊക്കെ വെട്ടി ഞാൻ ഇങ്ങനെ പിടിച്ചൊക്കെ ഇടണം. നമ്മള് ഈ എന്താ പറയുന്നത്, കഴുത്ത് കയറിയ ഡ്രസ്സ് ഇടുന്നത് കൊണ്ട് തന്നെ അതുപോലുള്ള ഇന്നറൊക്കെ നമ്മൾ മേടിക്കുവേ. അപ്പൊ ഈ കഴുത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതാണ്ട് അതിന് പ്രത്യേകം ഞാൻ ഇന്നർ ഇനി ഉണ്ടാക്കണം. നമ്മുടെ പെറ്റിക്കോട്ടില്ലേ അത്. അപ്പം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സുചേച്ചി തയ്ച്ചതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മെറ്റീരിയലും ഇഷ്ടപ്പെട്ടു. മറ്റേതും ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കളർ. പക്ഷെ അതെനിക്ക് ഇടാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ ഇന്ന് എന്താ പകല് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ആരെയും കാണാനൊന്നും പറ്റിയില്ല. ഒരു അവധിയുടെ ലക്ഷണമായിരുന്നു കേട്ടോ. കാരണം ഇന്നലെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ തന്നെ അടിഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇനി നാളെ ഇനി ബാങ്ക് ജോലിയൊക്കെ ആണല്ലോ. നാളെ കഴിഞ്ഞുള്ള ദിവസങ്ങളിലൊക്കെ ഇച്ചിരി കൂടെയൊക്കെ തിരക്കും ബഹളമൊക്കെ ടൗണിലുണ്ടാവും. ഇന്ന് അതുകൊണ്ട് വലിയ ആളും ബഹളമൊന്നും ഇല്ലായിരുന്നു. തിരക്കൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വേറെ എന്തോ വിശേഷം. ഞാൻ കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. ചോറും കറികളൊക്കെ ഇരിപ്പോണ്ട് ഞാൻ കൂക്കാൻ നാട്ടി എന്തായാലും അരി തിളപ്പിച്ച് വെച്ചിട്ടാ പോയത്. പിന്നെ മീൻ വറുത്തതും മോര് കറി ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ട്. ഞാനതൊക്കെ കൂട്ടി ഇന്നത്തെ രാത്രിയിലത്തേടെ അങ്ങ് പറഞ്ഞു വിടാമെന്ന് ഓർത്ത് കേട്ടോ. നമുക്ക് ഇന്നൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. ആ പാഴ്സലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. നെക്സ്റ്റിലെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. പിന്നെ വേറെ എന്താ വിശേഷം? ഇത്രയൊക്കെ ഉള്ളു വിശേഷം. മുത്ത് പോകാനുള്ള ദിവസങ്ങളൊക്കെ അടുത്തടുത്ത് വരുവാണ്. അപ്പം ടിക്കറ്റ് കൺഫേം ആവുന്ന അനുസരിച്ച് ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറയാട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ പറയുവാണ്, നമ്മുടെ എന്ത് സന്തോഷങ്ങളോടൊപ്പം നിൽക്കുകയും ഞങ്ങൾക്ക് നല്ല വാക്കുകൾ പറയുകയും ചെയ്ത കുറേ ചക്കര മുത്തുമണികൾ നമ്മുടെ ഫാമിലിയിലുണ്ട്. അവരുടെ വീട്ടിലെ ഒരാളിനെ പോലെ കണക്ക് കൂട്ടി നിങ്ങളുടെ സന്തോഷം പോലെ കണക്കിലെടുത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേര്. അപ്പോൾ അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. എനിക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് മെസ്സേജ് അയക്കാനോ കമന്റിന് മറുപടി തരാനോ ഒന്നും പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇത് പറയുന്നത് കേട്ടോ. എല്ലാവരോടും നിറയെ സ്നേഹം. പിന്നെ പുതുവത്സര ആശംസകൾ അറിയിച്ച കുറേ പേരുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരോടും സ്നേഹം കേട്ടോ. അപ്പൊ ഞാനിപ്പോ വരാം. മോനുകുട്ടൻ വന്നു. ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം. ഇത് നാളെ അവധി. അതിനെന്തോ എന്താ ട്യൂഷന് പോവാൻ? ഇന്ന് 4:30 ട്യൂഷനുള്ള നീ എന്താ ഇവിടെ മങ്ങി തൂങ്ങി നിന്ന്? നാരങ്ങയോ? വാട്സാപ്പിൽ മെസ്സേജ് കിടപ്പുണ്ട്. നാളെ വൈകിട്ട് കറക്റ്റ് സമയത്ത് പോക്കണം. നാളെ സ്കൂളിൽ പോകണ്ടല്ലോ. എന്തോ ഇപ്പോഴോ? നാളെ പകല് പോക്കോ. നിക്കാനും വേണ്ട അവിടെ പോയി കിടന്ന് എല്ലാവരും ചാടി മാറി. ഇല്ല, എനിക്ക് സീരിയൽ കാണണം. ഏത് സീരിയല്? 9 മണിക്ക് സീരിയലാണ്. ഞാൻ കുറെ നാൾ കണ്ടില്ല, അതുകൊണ്ട് ബാക്കി എനിക്ക് കാണണം. ആര്? അമ്മമ്മ നീയോ? സീരിയല് ഭ്രാന്തനാണോടാ നീയെ? ചോറൊക്കെ ഉണ്ടിട്ട് പോവാ. ഓക്കെ.
അവിടെ കപ്പയൊക്കെ വേവിച്ച് നീ കഴിച്ചോ? കപ്പ കഴിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇരിച്ചു വെച്ചിട്ട് രാവിലെ വൈകിട്ട് ട്യൂഷൻ പോയിട്ട് ഇങ്ങോട്ട് വരാം. ഗുളി എടുക്കുന്നേ എന്തുവാണ് ഗുളി അയക്കാൻ ഞാൻ കിടന്നേ കാര്യമായിട്ടാണ്. രാവിലെ എണീച്ചു എന്ത് ചുമയാണ്. ഇന്ന് ഗുളിക കൊണ്ട് പോകണം. ഞാൻ കഴിഞ്ഞ് എനിക്ക് ടീച്ചർ സമ്മാനം തരുവാ. ആഹാ, ഇത് അമ്മ എടുത്തോട്ടെ. എൻ്റെ കളറെല്ലാം നീ എടുത്ത് അടിച്ചു മാറ്റിയില്ലേ? വാട്ടർ കളറല്ല ഇതുപോലെ അല്ല, ഇതുപോലത്തെ പെയിന്റ് എല്ലാം നീ അടിച്ചു മാറ്റിയില്ലേ? ഞാൻ സൈക്കിൾ മോനിക്കുട്ടൻ അപ്പുറത്ത് പോകാൻ തയ്യാറായിട്ടിരിക്കും കേട്ടോ. നാളെ സ്കൂൾ അവധി. വൈകിട്ട് ട്യൂഷന് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. എന്തോ സാധനം ഞാൻ പറഞ്ഞ കേട്ടിട്ട് പോയിട്ട് എനിക്ക് ഏതാണ്ട് സാധനം കൊടുത്തരാം. എന്തോ ഞാൻ ആവശ്യമുണ്ട്. എന്നും വന്ന് ഞാൻ ഒരു കലണ്ടർ കൊണ്ട് കൊടുത്തു. അമ്മയുടെ വിഷമം. താഴെ ഗ്രൂപ്പ്. അമ്മേ ജനുവരി 8 എന്റെ ബർത്ത്ഡേ ആണ്. ജനുവരി 8 അല്ല, മാർച്ച് 8 ഞാൻ തിങ്കളാഴ്ച ഉണ്ടായി കൊടുക്കണോ? 2 ദിവസം 2 മിഠായി മേടിക്കേ കേട്ടോ കേട്ടോ. ഞാനില്ലേ ഇവിടുന്ന് ട്യൂഷൻ അവിടെ കൊടുക്കാം. തിങ്കളാഴ്ച ഞാൻ ട്യൂഷൻ കൊടുത്തില്ലേ, അത് ഞാൻ അവിടെ കൊടുക്കാം. ബാക്കി ഇവിടെ വന്ന് കൊടുത്തിട്ട് ജാനിക്ക് കുഞ്ഞോൻ എല്ലാവർക്കും കൊടുത്ത് ടീച്ചർമാർക്കും കൊടുത്ത്. കുഞ്ഞോൻ ഇപ്പൊ എന്താണ്ടൊക്കെ നമ്മളോട് ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മ വിളിക്കാൻ തുടങ്ങി. എടുക്കാൻ പറയില്ല. സാധാരണ കുഞ്ഞുങ്ങൾ ഒന്നിയിൽ അമ്മ അല്ലെ അച്ഛ, പപ്പ ഇങ്ങനെയൊക്കെ അല്ലേ വിളിക്കാൻ തുടങ്ങി. ഇത് ആദ്യം വിളിച്ച അച്ചാച്ചാന്ന. എന്നെ പപ്പ വിളിച്ചു 1 വയസ്സുള്ളത്. തുടങ്ങി കൊടുക്കില്ല, നടക്കാൻ കൂടി തുടങ്ങിയില്ല. കമ്മല് കുലിയില്ല, കുളിയൊക്കെ കഴിഞ്ഞു. മോനിക്കുട്ടൻ ഇങ്ങോട്ട് പോവാൻ ഇവിടേക്ക് വീഡിയോ ചെത്തി കളിക്കുന്നെങ്കിലും കേട്ടോ. പള്ളിപ്പെരുന്നാളാണ്. പഴയ പാട്ടൊക്കെ എന്തുവാ ഇപ്പൊ കേട്ട പാട്ട് ഏതാ? ആകാശം മാറും ഭൂതലവും മാറും. ആ പാട്ടില്ലേ? ആദ്യം മുതൽക്കേ മാറാറുള്ളത് തിരുവചനം മാത്രം. ആ പാട്ട് ഇപ്പൊ കേട്ടോണ്ടിരിക്കട്ടോ. അത് ഞങ്ങളുടെ കല്യാണ സീഡിക്കകത്തുള്ള പാട്ടാ ആ പാട്ട്. പിന്നെ നമ്മുടെ ആരു പറഞ്ഞു പുലിവാൽ കല്യാണത്തിനകത്ത് എന്തോ ആ പാട്ട്. അന്നൊക്കെ ആ സീസണിൽ ആ പാട്ടുകൾ ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ ജൂണിലെ നിലാമഴകൾ, ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കല്യാണ സീഡിയിലെ സോങ്സ്. പാട്ടൊക്കെ കേൾക്കുമ്പം നേരത്തെയൊക്കെ മുത്ത് കുഞ്ഞായിട്ടിരുന്നപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഉച്ച കഴിഞ്ഞുള്ള സമയം മൊത്തം ഇവനെ അംഗൻവാടിയിലൊന്നും വിടുന്നതിന് മുമ്പ് കേട്ടോ, ഉച്ചയാകുമ്പോഴത്തേക്ക് ജോലിയൊക്കെ കഴിയും. അത് കഴിഞ്ഞ് ചുമ്മാ ഇങ്ങനെ ഇരിക്കുമല്ലേ, എന്നിട്ട് ഈ CD എടുത്തിടുക, ഈ പാട്ട് കേൾക്കുക. ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 4-5 തവണയൊക്കെ ആ CD ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ അതെടുത്ത് കാണാൻ നമുക്ക് CD പ്ലെയർ ഇല്ല, CD ഇടാനേ പറ്റുള്ളൂ. അതിനി അല്ലാതെ കാണാൻ ഒക്കത്തില്ലല്ലോ. അന്നൊക്കെ കാസറ്റ് ആയിരുന്നു, അത് ഞങ്ങൾ പിന്നെ CD-യിലാക്കി. CD-യിൽ നിന്ന് പെൻഡ്രൈവിലാക്കിയായിരുന്നു. പക്ഷെ പെൻഡ്രൈവ് ഇതായിപ്പോയി, അതുകൊണ്ട് നമുക്ക് കാണാൻ വഴിയില്ല. CD പ്ലെയർ അതില്ലേ അത് തുറന്നിട്ട് അതിനകത്ത് CD വെക്കാം. CD ഒക്കത്തില്ല. കൊച്ചു CD ഞാൻ 1 മിനിറ്റ്. 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 1 മിനിറ്റ്
ഗുളിക എടുത്തോ. ടാറ്റ. ഓനുകുട്ടനപ്പുറത്ത് പോയി. അങ്ങനെ കുറച്ച് ജോലി നെസ്റ്റിലുണ്ടായിരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ചോറിനാൻ പോവാണ്. 8:30 ചോറുണ്ടിട്ട് വേറെ കുറച്ച് പണികൾ, നമ്മുടെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒത്തിരി ചോറ് വേണം, അവൻ്റെ വയറ് നിറഞ്ഞിരിക്കും. അതുകൊണ്ട് ഞാൻ ചോറിനാൻ പോവാം. എൻ്റെ വയറ് നിറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കാം. ഞാനൊന്നും പറയുന്നേ. നമ്മൾ മീൻകറിക്കകത്തെ മീൻ കഷ്ണങ്ങളെടുത്ത് രാവിലെ വറുത്തു. മോനിക്കുട്ടന് ചോറ് കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതും കൂടി എടുത്ത് കൊടുത്തു വിട്ടെ. രാവിലെ പുട്ടും പയറും പപ്പടവും. അപ്പോൾ പയറുണ്ട്, പിന്നെ മീൻ വറുത്തതും ചോറും മോരുകറി ഇരിപ്പുണ്ട്. അതൊക്കെ മതി എനിക്ക്. പിന്നെ എൻ്റെ പ്രിയങ്ങൾ ഒത്തിരി പേര് നമ്മുടെ ലോങ് വീഡിയോക്കകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ബ്ലാങ്കറ്റ് ഈ വാഷിംഗ് മെഷീനകത്തിട്ട് കഴുകിയെടുക്കാൻ പറ്റുന്നത് മാത്രമായിട്ട് ഇട്ടാൽ മതിയെന്ന്. എനിക്ക് പേടിയായിരുന്നു കേട്ടോ, അതിൻ്റെ ആ ഫാൻ അങ്ങനെ ഒടിഞ്ഞു പോകും. അതിൻ്റെ എന്തുവാ വാഷിംഗ് മെഷീനകത്ത് ആ സാധനം അത് ഒടിഞ്ഞു പോകും, വെയിറ്റ് കൂടുമ്പോൾ ഒടിയത്തില്ലേ, അങ്ങനെ സംഭവിക്കുമോ എന്ന് പേടിച്ച് ഞാൻ അതിനകത്ത് ഇടാം. അല്ലായിരുന്നു ഞാൻ എപ്പോഴേ കഴുകി എടുത്തേനെ അതിനകത്ത്. അത് മാത്രമല്ല അതിനകത്ത് നമുക്ക് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ തന്നെ ഇതൊന്ന് വലിച്ച് പൊക്കി എടുക്കാനൊക്കെ എനിക്ക് ഇച്ചിരി പ്രയാസമുണ്ട്. എന്നാലും മുത്ത് വന്നപ്പോഴാണേലും നമ്മൾ അതിനകത്തിട്ട് ചെയ്യിച്ചേനെ കേട്ടോ. ഇനിയിപ്പോൾ നോക്കാം, അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു തന്ന എല്ലാവർക്കും താങ്ക്സ്. ഇച്ചിരി ചോറ് മതി, ഒരുപാട് വലിയ വിശപ്പൊന്നും ഇല്ല കേട്ടോ. എന്തോ അറിഞ്ഞൂടാ. മോരും നമ്മുടെ മീൻ വറുത്തത് പൊടിയിടട്ടെ ആദ്യം ഒരു കഷ്ണം. പയർ പുഴുങ്ങിയിട്ട് അതിനകത്ത് ഉപ്പിട്ട് പയർ പുഴുങ്ങും, എന്നിട്ട് തേങ്ങാപ്പീര മാത്രം ഇടും. അതാണ് ഞങ്ങൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ എടുക്കുന്നത് കേട്ടോ. ഇച്ചിരി അച്ചാറെടുത്ത്, ഈന്തപ്പഴം നാരങ്ങ അച്ചാറ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ്. അപ്പം ഞാൻ കഴിക്കട്ടെ. മൂത്ത് കഴിച്ചില്ലെങ്കിലും കമ്പനി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ കിട്ടുമോയെന്ന്. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. മോനുകുട്ടനില്ലാത്തതുകൊണ്ട് അനക്കമില്ല. ഞാൻ കഴിച്ചിട്ട് എൻ്റെ ജോലികളിലേക്ക് കടക്കട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം സ്നേഹം അറിയിക്കുന്നു, ആശംസകൾ അറിയിച്ചവരോടും ഒക്കെ കേട്ടോ. ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് പ്രത്യേകം പറയാൻ പറ്റാഞ്ഞത് കൊണ്ടാണ്. എല്ലാവരോടുമായിട്ട് പറയാം കേട്ടോ. ഒരുപാട് സ്നേഹം, സന്തോഷം, പരസ്പരം പ്രാർത്ഥനയിലോർക്ക്. നമുക്ക് നാളെ കാണാമേ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.